എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും 2.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും പുതുതായി വരുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 3.5 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ റോഡുകൾ നമുക്ക് കാണാം. ഇന്റർലോക്ക് കട്ട വിരിക്കാനുണ്ട്. മനോഹരമായ ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും ഭംഗിയുള്ള ഡിസൈൻ വർക്കുകളോടുകൂടി വരുന്ന ചുറ്റുമതിൽ തന്നെയാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു വീട് തന്നെയാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വലിയൊരു കാർപോർച്ച് ഏരിയ കാണാം. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്കിഴക്കേ മൂലയിലായാണ്. വർഷത്തിൽ സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. പൈപ്പിൻ്റെ കണക്ഷൻ്റെ മീറ്റർ ബോക്സിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഈ ഭാഗത്താണ് അത് വരുന്നത്. നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം ഇവിടെയായി നല്ലൊരു അലക്കുകല്ലും കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള സിറ്റ് ഔട്ടിൻ്റെ ഏരിയ നമുക്ക് കാണാം. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കും പ്ലാവുമാണ്. സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല രീതിയിലുള്ള വിൻഡോ എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം മനോഹരമായ ഒരു വീട് തന്നെയാണ്. ഫ്ലോറിങ്ങിനായി ഐവറി കളറിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളും നമുക്ക് കാണാൻ കഴിയും. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് തന്നെയാണ്. നേരെ ഡൈനിങ് ഹാളിലേക്ക് വരാം. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. അത്യാവശ്യം മനോഹരമായി തന്നെ ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്താണ് ഇതിൻ്റെ മേൽഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയോടുകൂടി തന്നെ ഫുൾ ഏരിയ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ആ ഒരു ഓപ്പൺ ഏരിയയുടെ നിർമ്മാണം. നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഈ ഒരു കിച്ചൺ കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. വർക്ക് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. വിശാലമായൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെ നമുക്കിവിടെ കാണാം. ഫുൾ കവേർഡോട് കൂടി വരുന്ന വർക്ക് ഏരിയ തന്നെയാണ്. ഈ ഒരു വർക്ക് ഏരിയയിലും നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം ബെഡ്റൂമുകളെല്ലാം ഒരു 135ഓളം സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 4 ബെഡ്റൂമിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പം ലഭിക്കുന്നുണ്ട്. കബോർഡ് വർക്ക് എല്ലാ ബെഡ്റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വിൻഡോയും നമുക്ക് കാണാൻ കഴിയും. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ബാത്റൂമുകളുടെ നിർമ്മാണം. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ബെഡ്റൂമിനും അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടിൽ നല്ല വിശാലത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 2ാമത്തെ ബെഡ്റൂമിലാണ് വന്നെത്തി നിൽക്കുന്നത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ കാണാം. ഇനി ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. നല്ല ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെയാണ്. സ്റ്റെയർ ആണെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം വാൾപേപ്പറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ടഫൻ ഗ്ലാസും തേക്കിൻ്റെ വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിന് മുകളിൽ നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്.
വലിപ്പത്തിൽ നല്ല വിശാലമായി നിർമ്മിച്ചിട്ടുള്ളൊരു ഹോള് മുകളിലെ നിലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോള് തന്നെയാണ്. സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും കാണാൻ കഴിയും. ഇവിടെയായി നല്ലൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ആ ഒരു യൂട്ടിലിറ്റി ഏരിയ റൂമായി തന്നെ രീതിയിൽ തന്നെ കോൺക്രീറ്റോട് കൂടി വരുന്ന യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ്. ഈ ബെഡ്റൂമുകളെല്ലാം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ പാറ്റേണിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത എല്ലാ രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ 3ാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇതെല്ലാം താഴെ കണ്ട ബെഡ്റൂമുകളുടെ സെയിം അളവിൽ ഈ ബെഡ്റൂമും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കണ്ണോടിക്കാം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,30,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.